ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് റിവ്യൂവിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് 2008 മോഡൽ വാഹനമാണ്. അത് 28 വരെ പേപ്പറുള്ള ഒരു സിംഗിൾ ഓണർഷിപ്പ് വാഹനം കേട്ടോ. ഓടിക്കുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 85,000 കിലോമീറ്ററാണ് വണ്ടി ഓടിക്കുന്ന കിലോമീറ്റർ. ഈ വാഹനത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ 4 പുത്തൻ ടയർ ഒരുമിച്ച് വരെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുത്തൻ ബാറ്ററി വന്നിട്ടുണ്ട്, അതും പുതിയ ഇൻഷുറൻസ് എടുത്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ വാഹനത്തിൽ ഫ്രണ്ട് വശം നോക്കുമ്പോഴേലും കാണാൻ തന്നെ പ്യൂർ സ്റ്റോക്ക് കണ്ടീഷൻ വാഹനമാണ്. വേറെ എക്സ്ട്രാ ഫിറ്റിംഗ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ബോഡി കളർ ബമ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. LX വേരിയന്റ് വാഹനമാണ്, അതുകൊണ്ട് AC മാത്രമാണ് വരുന്നിട്ടുള്ളൂ. സൈഡ് വ്യൂ നോക്കുമ്പോഴേലും നമുക്ക് കാണാവുന്നതാണ്. അത്യാവശ്യം ആവറേജ് ബോഡി ഷേപ്പുള്ള വാഹനമുണ്ടോ. കുഞ്ഞു സ്ക്രാച്ചുകൾ ഇതുപോലുള്ള ഒഴിച്ചാൽ വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല. അബ്രോണോ കാര്യങ്ങളോ ഒന്നും പൊടിച്ചിട്ടില്ല കേട്ടോ. ടയർ നോക്കുമ്പോഴായാലും 4 പുത്തൻ ടയറാണ്. അത് MRFന്റെ ടയറുകൾ ഒരുമിച്ച് മാറിയ ടയറുകളും കാര്യങ്ങളൊക്കെയാണ്. വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് പോകാട്ടോ. ഇന്റീരിയർ നോക്കുമ്പോഴായാലും നമുക്ക് കാണാവുന്നതാണ്. സ്റ്റോക്ക് കമ്പനി എങ്ങനെ വന്നിട്ടുള്ളോ ആ ഒരു കണ്ടീഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. കമ്പനി കൊടുത്തിട്ടുള്ള സീറ്റ് കവറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തതിനെ കണ്ടാൽ അറിയാൻ വേണ്ടി എത്രമാത്രം ക്വാളിറ്റിയിൽ ഉപയോഗിച്ചൊരു വാഹനമാണെന്നുണ്ടോ. അതുപോലെ ഡാഷ്ബോർഡും ഡോർ പാഡൊക്കെ നോക്കുമ്പോഴായാലും കാണാവുന്നതാണ്. വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള വേറെ മുഴിച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. സ്റ്റീരിയോയും ചിൽഡ് ഏസിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് പയനിയറുടെ സ്റ്റീരിയോ ആണ് വന്നിട്ടുള്ളത്. ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും ഇവിടെ അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് ഉള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരുന്നൊരു വാഹനമുണ്ടോ. സ്റ്റോക്ക് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന്റെ ബാക്ക് സൈഡിലേക്ക് പോവാം. ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. വേറെ എക്സ്ട്രാ ഫിറ്റിംഗ്സോ ആഡ് ഓൺസോ ഒന്നും തന്നെ വന്നിട്ടില്ല. എൽസുള്ള ബാഡ്ജിങ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റോക്ക് ബോഡി കളർ ബമ്പേഴ്സ് ആണ് ബാക്കിലും വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ സൈഡിലേക്ക് നോക്കുമ്പോഴായാലും ഡോർ പാഡിൽ ഡോറിന്റെ സൈഡിലായാലും ബീഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നിലവിൽ നമുക്ക് ഈ വാഹനത്തിന് 4 പുത്തൻ ടയറും കടും പുത്തൻ ബാറ്ററി, അത് 3 ദിവസം പഴക്കമായിട്ടുള്ള പുതിയ ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കുന്നതാണ്ടോ. അപ്പൊ ഈ വാഹനത്തിന് എഞ്ചിൻ റൂം കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഇതിന്റെ എഞ്ചിൻ റൂം വരുന്നത്. ആമറോണിന്റെ പവർ സോൺ എന്ന് പറഞ്ഞ ബാറ്ററി, പുത്തൻ ബാറ്ററി ഇരിപ്പുണ്ട്. അതും 35 ആംപിയറിന്റെ ബാറ്ററി ആണ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല പിക്കപ്പ് ഉള്ള ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ്. വേറെ ഓയിൽ ലീക്കോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ കാണാനായിട്ടില്ല. അബ്രോണൊക്കെ നോക്കുമ്പോഴായാലും പ്യുവർ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത വാഹനമാണ്. വേറെ പ്രത്യേകിച്ച് പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ പെൻഡിങ്ങിലാട്ടോ. അപ്പൊ ചെറിയൊരു ഫാമിലിക്ക് പറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊണ്ടുനടക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയൽ വാഹനമാണ്. ഇതിന് കൊടുക്കാനുള്ള വാഹനമാണ്. അപ്പൊ ഈ വാഹനത്തിൽ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും 88,000 രൂപ മാത്രമാണ്. അപ്പൊ താല്പര്യമുള്ള ഒരു വേഗം തന്നെ വിളിച്ചോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.